ആ അളിയാ, ഞാൻ ഓൾറെഡി സംസാരിച്ചായിരുന്നു. ആ പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ നടക്കാത്തെ? നീ ഒന്നുകൂടെ കയറിയ മാനേജറിനെ ഒന്ന് കാണാൻ. നീ ഇങ്ങനെ തണുത്ത മട്ടിൽ കാണുന്നോണ്ടാണ് ഇങ്ങനൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ദേ ഇപ്പൊ കൊണ്ടുവരാം. നിനക്കിന്ന് പോകണ്ടേ? എങ്ങോട്ട് പോവാനാ? ഓ, വർക്ക് അറ്റ് ഹോം ആണല്ലോ അല്ലേ? ഞാനതങ്ങ് മറന്നു. ഞാനെന്നും പോണേന് ഇവിടെ ദിയ കിടന്ന് ബഹളാ. ബെസ്റ്റ്. എന്താകുമോ എന്തോ. ആ ഞാൻ വിളിക്കളിയാ. ഓക്കെ. പോവാൻ റെഡി ആവട്ടെ. ഓക്കെ ബൈ. ദിയ, ഇത്ര നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ചേട്ടാ, ഇപ്പൊ ന്യൂസ് ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാ. മിക്കവരും വർക്ക് അറ്റ് ഹോം അല്ലേ? ചേട്ടാ പിന്നെ എന്തിനാ എത്ര റിസ്ക് എടുത്ത് പോണത്? ഞാൻ പറയണത്. ദിയ നോക്ക്, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല എൻ്റേത്. അങ്ങനെയാണെങ്കിൽ എന്നും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവേണ്ടല്ല, പക്ഷെ എന്ത് ചെയ്യാനാ? ഓഫീസിൽ മാത്രം ഇരുന്നുള്ള പണിയല്ലല്ലോ എൻ്റേത്. ഏട്ടന് മാനേജറോടൊന്ന് സംസാരിച്ചൂടെ? ഓഫീസിലാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നല്ലോ. യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞാൽ പണി നടക്കത്തില്ല. ചേരയെ തിന്നുന്ന നട്ടിച്ചെന്ന നടുക്കണ്ടം തിന്നണമെന്ന. ഒരു ജോലിയില്ലാതെ എത്രയോ പേർ വിഷമിക്കുന്നു. ഈ അവസ്ഥയിൽ പിരിച്ചുവിടലും വിശദീകരണമൊക്കെയായി എത്ര പേർ. അത് വച്ച് നോക്കുമ്പോൾ നമ്മുടെ വിഷമം ഒന്നുമല്ല. അല്ലേട്ടാ, വീട്ടിൽ വിളിച്ചിട്ട് എത്രയായി? ഓ, ഞാൻ ഈ തിരക്കിൻ്റെയും ടെൻഷൻ്റെ ഇടയിൽ അതങ്ങ് മറന്നു. എന്തായാലും ഞാൻ വിളിച്ചില്ലെങ്കിലും നീ വിളിച്ച വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്താ? അങ്ങനെയാണോ ഏട്ടാ? വേറെ ആരെയും വേണ്ട, അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും വിളിച്ച് സംസാരിച്ചൂടെ? പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസ്ഥയിലാകുമ്പോ ആകെ ആദ്യം പിടിച്ചിരിക്കുക. അത് ഞാൻ സമയം പോലെ വിളിച്ചോളാം. ഇനി നിന്റെ ഉപദേശം കേൾക്കാൻ വീണ്ടും ലേറ്റ് ആവും. ഓക്കെ? അതെ, ഇന്ന് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വൈകിട്ട് വരുമ്പോൾ ലേറ്റ് ആവും. പറച്ചില് ഏട്ടാ എന്നും നേരത്തെ വരുന്ന പോലെയാ. താമസിക്കണ്ട, പോയിട്ട് വാ. അയ്യോ പ്രകാശ് സാർ, ഞാൻ ഇറങ്ങിയോന്നറിയാൻ വിളിക്കുക, അതും വീഡിയോ കോള്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇത്രയും നേരമായിട്ട് ഇറങ്ങിയില്ല അല്ലേ? ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് നേരത്തെ ഇറങ്ങണമെന്ന്. ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു സാർ. പിന്നെ ഈ സിറ്റുവേഷനിൽ റോഡിൽ ട്രാഫിക് ഒന്നും കാണില്ല. ഞാൻ പെട്ടെന്ന് എത്താൻ സാർ അങ്ങോട്ട്. തനിക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങളുണ്ട്. അറിയാലോ, ഈ ഒരു സമയത്ത് ബിസിനസ് കുറഞ്ഞു കഴിഞ്ഞാൽ സാലറി കട്ടും പിരിച്ചുവിടലൊക്കെ നമ്മുടെ കമ്പനിക്കും ബാധകമാണ്. സോ ട്രൈ ടു ബി മോർ എഫിഷ്യന്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ സാർ, ഞാൻ ഇറങ്ങുവാ. ഓക്കെ ഓക്കെ, ഇറങ്ങ്. കണ്ടില്ലേ, ഓടി നടന്ന് പണിയെടുത്തിട്ട് ഇതാണ് അവസ്ഥ. ഇനി വർക്ക് അറ്റ് ഹോം കൂടി ആയിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ആ ദിയ, അടുത്ത ആഴ്ചയല്ലേ ചെക്കപ്പിന് പോകേണ്ടത്. വിളിച്ച് ബുക്ക് ചെയ്തോ? അതൊക്കെ ഞാൻ ബുക്ക് ചെയ്തോളാം. ഏട്ടാ സമാധാനമായിട്ട് പോയിട്ട് വാ. വല്ലാതെ ടയർഡായല്ലോ. ചായ എടുക്കട്ടെ? അത് തണുത്ത വല്ലതും വേണോ? ഓ, ഭയങ്കര ക്ഷീണം. ഒന്നും വേണ്ട, ചെറിയ തൊണ്ടവേദന പോലെ. നീ ഭക്ഷണം എടുത്ത് വെക്കി, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി ഏട്ടാ. കഴിച്ചിട്ട് നേരത്തെ കിടക്കാം. നീ എന്തത്ര രാവിലെ അഞ്ച്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി. ഇന്നലത്തെ പോലെ ഇനി ലേറ്റ് ആവണ്ടല്ലോ. എൻ്റെ ദിയ, പഴയ പോലെയല്ല ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. അത് ഓർമ്മ വേണം. ഓ പിന്നെ, എൻ്റെ ഫ്രണ്ട് മഞ്ജു പ്രസവത്തിന്റെ തലേ ദിവസം വരെ ജോലിക്ക് പോയി. പിന്നെയാ. ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും നിന്നെ ഞാൻ നാട്ടിൽ കയറ്റി വിട്ടാനെ.
എന്താ അത്ര രാവിലെ തന്നെ? അയ്യോ എന്താ എപ്പോ? ഞാൻ മിനിഞ്ഞാന്നവിടെ പോയതാണല്ലോ ഒരു ഓർഡറിന്റെ കാര്യത്തിനായിട്ട്. ശ്ശേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെ ടെൻഷനായല്ലോ. ആ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഏട്ടാ, എന്തു പറ്റി? ഞാൻ മിനിഞ്ഞാന്ന് പോയ കമ്പനി സീൽ ചെയ്തു. അവിടെ 3 പേർക്ക് കൊറോണ പോസിറ്റീവ് വന്നു. ഈ കൊറോണ കാരണം മനുഷ്യൻ്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇന്ന് തന്നെ പോയി ഞാൻ കൊറോണ ടെസ്റ്റ് ചെയ്യണം. തൊണ്ടവേദനയാണെങ്കിൽ ഒട്ട് കുറഞ്ഞിട്ടുമില്ല. എന്താണെന്നറിയില്ല, പനിക്കുന്ന പോലെയുണ്ട്. അതിപ്പോ കേട്ടതിന്റെ ആവും. വെറുതെ ടെൻഷൻ ആവണ്ട. ഏതായാലും ഹോസ്പിറ്റലിൽ പോവാം. ഞാനും കൂടി വരാം. ആ ബെസ്റ്റ്. ഞാൻ ഷോപ്പിങ്ങിന് പോകല്ലേ, നീ കൂടി വരാനായിട്ട്. നിനക്ക് ചെക്കപ്പിന് പോകാൻ തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ പോയിട്ട് വന്നോളാം. ഹോസ്പിറ്റലിൽ നിന്നല്ല മറ്റൊരിടത്തേക്കും ഇപ്പം ആവശ്യമില്ലാതെ പോകാതിരിക്കുന്നത് നല്ലത്. ഏതായാലും രാവിലെ തന്നെ പോയേക്കാം. ലീവ് പറയണ്ടേ? ഓ, അത് ഞാൻ പോകുന്ന വഴിക്ക് വിളിച്ച് പറഞ്ഞോളാം. Call the manager. I want to talk to him. ഗുഡ് മോർണിംഗ് സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. എൻ്റെ വൈഫ് ഇവിടെ അഡ്മിറ്റ് ആണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ അമ്മയെ കാണണം. സർ, കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുട്ടികളെ അകത്തേക്ക് വിടാൻ പറ്റില്ല. വരൂ. ഗുഡ് മോർണിംഗ് സർ. എന്തായിരുന്നു സർ, അപ്പോയിന്റ്മെന്റ് ഉള്ളതാണോ? ഇല്ല, ചെറുതായിട്ട് ടെമ്പറേച്ചർ ഉണ്ട്. തലയാണെങ്കിലും നല്ല വേദനയുണ്ട്. സർ, ഞാൻ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യണേ. സർ, ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. പേടിക്കാനൊന്നുമില്ല. ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. പേര്? ബൈജു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബെഹറിന്റെ പുറത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല സിസ്റ്റർ. കോവിഡ് പോസിറ്റീവായ ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട്? ഉണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ജോലി ആവശ്യത്തിനായിട്ട് ഞാനൊരു കമ്പനി പോയിരുന്നു. ഇന്ന് രാവിലെ അറിഞ്ഞത് അവിടെ 3 പേർക്ക് കോവിഡ് പോസിറ്റീവ് വന്നു. സാർ, ഞാൻ ഈ ടാഗ് ഒന്ന് കിട്ടുകയാണേ. ഓക്കെ. സെക്യൂരിറ്റി. ഗുഡ് മോർണിംഗ് ബാജു. ഐ എം ഡോക്ടർ സജീവ്. എന്ത് പറ്റി? ചെറിയൊരു പനിയുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. ഓക്കെ. പിന്നെ ഞാൻ പോയ കമ്പനിയിൽ 3 പേർക്ക് പോസിറ്റീവ് ആണെന്നോട് കേട്ടപ്പോൾ. കൊറോണ ഇപ്പോൾ എല്ലായിടത്തും സ്പ്രെഡിങ് ആണ്. മാക്സിമം ഒരുപാട് സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. നമ്മളോട് കുറച്ച് ടേക്ക് കെയർ ചെയ്യണം. ഹെൽത്ത് കെയർ സ്റ്റാഫും മിനിസ്ട്രിയൊക്കെ എന്തുമാത്രം ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ നമ്മളും കൂടെ സഹകരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും 14 days ഹോം ക്വാറന്റൈൻ ആണ് നല്ലത്. ഹലോ മോനെ. അമ്മ, നീ എന്താ ഇപ്പൊ വിളിച്ചത്? ഈ സമയം വിളിക്കുന്ന പതിവില്ലല്ലോ. അത് ഇല്ലമ്മ, ഞാൻ ഡ്യൂട്ടിയിലാ. നിന്റെ സൗണ്ട് എന്താ മോനെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? ഇല്ലമ്മ, ഞാൻ വെറുതെ വിളിച്ചതാ. ഞാൻ പിന്നെ വിളിക്കാം. ഏട്ടാ, എന്തായി? എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ടെസ്റ്റിന് വേണ്ടി സ്വാബ് എടുത്തിട്ടുണ്ട്. ഇന്നോ നാളെ റിസൾട്ട് കിട്ടും. ഞാൻ വിളിച്ചതേ, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്
ഒരു മുൻകരുതൽ എന്ന നിലയിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കാനാ. അയ്യോ, അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ളത് കൊണ്ടൊന്നല്ല, മിനിസ്ട്രിയും ആരോഗ്യ പ്രവർത്തകരൊക്കെ എത്ര കഷ്ടപ്പെടുന്നതല്ലേ, നമ്മളോട് സഹകരിക്കണ്ടേ. ഏതായാലും 14 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കാം. നീ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് റൂമിലേക്ക് വെച്ചേര്. അതിവിടെ വന്നിട്ട് ചെയ്താ പോരെ? പോരാ, നിന്റെ ഈ സിറ്റുവേഷനിൽ വെറുതെ ടെൻഷൻ എടുക്കില്ലേ. ഞാൻ താഴെ വരുമ്പോൾ വിളിക്കാം. ഞാൻ താഴെ വരുമ്പോൾ മിസ് കോൾ തരാം. നീ ഡോറ് തുറന്നിട്ട് നിന്റെ റൂമിൽ കയറി ഡോർ അടച്ചേര്. ഞാൻ റൂമിൽ കയറിയ ശേഷം മാത്രം നീ ഇറങ്ങിച്ചാൽ മതി. ശരി ഏട്ടാ. ശരി, ഞാൻ താഴെ വരുമ്പോൾ വിളിക്കാം. ഓക്കെ. നീ എപ്പോഴാണ് അറിഞ്ഞത്? ഇപ്പം ജിമ്മില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ട് കുറേ ആയി. എന്ത് പറ്റി ബ്രോ? ഡാർക്ക് സീൻ. ഡാർക്ക് ഫാന്റസി അല്ലേ? ഓ, എപ്പോഴും തീറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. എടാ, കൊറോണ ഡാർക്ക് സീനാന്ന്. എൻ്റെ കൂടെ ജിമ്മിലുണ്ടായിരുന്ന ബൈജു എന്ന് പറഞ്ഞ ഒരാൾക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ പറഞ്ഞേക്ക് വന്നു. കർത്താവേ, ഓരോ ദിവസം കേൾക്കുമ്പോ പേടിയാവാ. എടാ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കടാ അങ്ങനെ. എനിക്ക് വലിയ പരിചയമില്ലടാ, കയ്യിലാണെങ്കിൽ നമ്പരും ഇല്ല. വരാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളായിരുന്നു. അപ്പോഴേക്കും ജിം അടച്ചില്ലേ. ഡാ നീ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ആ കൈയൊന്ന് കഴുകിയോ? വെറുതെ ഓരോന്ന് കേട്ട് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയും ശുദ്ധവുമായിരുന്ന ഒരു പരിധിവരെ നമുക്ക് ഈ വക വൈറസുകളെ ഒക്കെ മാറ്റി നിർത്താം. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഒരു കൊറോണ കാരണം ജനങ്ങളും ജീവിത രീതിയൊക്കെ ഒരുപാട് മാറിപ്പോയി. എന്തായാലും കൊറോണ കാരണം കുറച്ച് ആൾക്കാരൊക്കെ നല്ല കാര്യങ്ങൾ പഠിച്ചു. നീണ്ട 26 വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായാണ് ഞാൻ ഒരു ഡയറി എഴുതുന്നത്. ആദ്യം തന്നെ കുറിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യനായിരിക്കുന്നു. യാന്ത്രികതയിൽ നിന്നും തീർത്തും പച്ചയായ മനുഷ്യജീവിതത്തിലേക്ക് ഒരു പറിച്ചുനടൽ. കൊറോണ എന്ന മഹാമാരിയെ എല്ലാവരെയും പോലെ ഞാനും വെറുത്തിരുന്നു, ശപിച്ചിരുന്നു. എന്നാൽ വിരോധാഭാസം എന്നിരിക്കട്ടെ, ഇന്നെനിക്ക് അതൊരു അനുഗ്രഹമായി തോന്നുന്നു. അനുഗ്രഹം എന്നതിലേറെ ഒരു ജീവിത പാഠമായി കാണാനാണ് എനിക്കിഷ്ടം. 14 ദിവസത്തെ ക്വാറന്റൈൻ ഒരു തടവ് ജീവിതത്തിന് സമാനമാണെന്ന് പറയപ്പെടുമെങ്കിലും എനിക്കതിന്ന് ഒരു വിദ്യാലയത്തിലെ ക്ലാസ് മുറി പോലെയാണ്. ഈ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ഉൾക്കൊണ്ടത്, തിരിച്ചറിഞ്ഞത്, തിരികെ കിട്ടിയത് ഒരുപാട് കാര്യങ്ങളാണ്. എൻ്റെ മുന്നിൽ വിശാലമായി തുറന്നു കിടന്ന ഈ ഭൂമിയിൽ ഞാൻ ആകെ കണ്ടത്, കാണാൻ ശ്രമിച്ചത് എൻ്റെ ജോലിയും അതിലൂടെ നേടുന്ന പണവും മാത്രമാണ്. പണം സമ്പാദിക്കുന്നതിൽ ഞാനൊരു പരിധിവരെ വിജയിച്ചു. പക്ഷേ അതുപയോഗിച്ച് ജീവിക്കുന്നതിൽ ഞാൻ സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ കരുതലും സ്നേഹവും പോലും ഞാൻ കണ്ടിരുന്നില്ല. ഒന്നിനും സമയമില്ലായിരുന്നു എന്നത് ഒരു മുടന്തൻ ന്യായം മാത്രമാണെന്ന് ഇന്നെനിക്കറിയാം. വി ഷുഡ് ലേൺ ഹൗ ടു മാനേജ് ടൈം. കൊറോണ എന്ന മഹാമാരിയുടെ മുന്നിൽ സമ്പത്തും ശാസ്ത്രവും പകച്ചു നിൽക്കുന്നിടത്തു നിന്നും ഞാനിതാ തിരിച്ചറിവിൻ്റെ തിരുനാളം തെളിയിക്കുന്നു.
എത്രയോ വലിയവനെന്ന് സ്വയം അഹങ്കരിക്കുന്ന മനുഷ്യൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവ്. ക്ഷണികമായ ജീവിതത്തിൽ വെറുപ്പിനും വിദ്വേഷത്തിനും സ്ഥാനമില്ലെന്ന തിരിച്ചറിവ്. രാഷ്ട്രീയത്തിനും ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കും നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന തിരിച്ചറിവ്. ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഒരു നിമിഷാർദ്ധ നേരം ശ്വാസം ഒന്ന് നിലച്ചാൽ സ്വന്തം പേര് പോലും അന്യമാകുമെന്ന തിരിച്ചറിവ്. വെറും 14 ദിവസം 4 ചുവരിൻ്റെ ബന്ധനം എന്നെ അസ്വസ്ഥനാക്കിയെങ്കിൽ ഇത്രയും നാൾ കൂട്ടിലടയ്ക്കപ്പെട്ട നിന്റെ മനോവ്യതയും ഞാൻ തിരിച്ചറിയുന്നു. സ്വതന്ത്ര ജീവിതം പക്ഷിമൃഗാദികൾക്കും ബാധകമാണ്. ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അങ്ങനെ തിരിച്ചറിവുകളുടെ 14 ദിനങ്ങൾ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള വിലമതിക്കാനാകാത്ത തിരിച്ചറിവുകളാണ്.